എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ വീട്ടിൽ കാറൊക്കെ ഉള്ളവർ മിക്കവാറും കാറ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് കൊടുക്കുമ്പോൾ മിനിമം 500-1000 ഒക്കെയാണ് പല സ്ഥലത്തും ചാർജ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ, അതായത് ഇന്റീരിയറും അതുപോലെ പോളിഷിംഗ് ഒക്കെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ റേറ്റ് കൂടും. പക്ഷേ ഇത് എല്ലാവരുടെ കേസിലും ഇത് പ്രാക്ടിക്കലായ കാര്യമല്ല. കാരണം എപ്പോഴും ഈ ഒരു പൈസ, കാരണം ചില സ്ഥലത്തൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാറ് വാഷ് ചെയ്യേണ്ടതായിട്ട് വരും. എപ്പോഴും ചളിയും പൊടിയൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാ തവണയും നമുക്ക് പുറത്ത് കൊണ്ടുപോയി കഴുകാനുള്ള പ്രാക്ടിക്കലായ കാര്യമല്ല. അപ്പോൾ വീട്ടിലൊക്കെ ഇപ്പം പല ആൾക്കാരും കാറ് ക്ലീൻ ചെയ്യുന്നത് ഒന്നുകിൽ ഷാമ്പു ഒക്കെ ഇട്ടിട്ട്, ഇല്ലെങ്കിൽ അതുപോലെ ഇതുപോലെ പ്രഷർ പമ്പൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോഴും മാക്സിമം എല്ലാവരും പുറം മാത്രമാണ് മാക്സിമം ക്ലീൻ ചെയ്യുന്നത്. ഉള്ളിൽ നമ്മൾ തുണിയൊക്കെ മുക്കി എത്ര തുടച്ചാലും നമ്മൾ ഉള്ളിൽ പൊടിയും ചെളിയൊന്നും പോകില്ല. അതുപോലെ എത്ര ശ്രദ്ധിച്ചാലും ഉള്ളിൽ എപ്പോഴും പൊടി കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സാധാരണ നമ്മൾ വാക്യൂം ക്ലീനേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഉള്ളിലെ പൊടിയൊക്കെ ക്ലീൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാലും അവർ വാക്യൂം ക്ലീനേഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വാക്യൂം ക്ലീനേഴ്സ് കാറിൽ ഉപയോഗിക്കാനും ഇല്ലെങ്കിൽ കാറിൽ വെച്ച് കൊണ്ടുപോകാനും ലോങ്ങിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ദൂരസ്ഥലത്തേക്ക് കൊണ്ടുപോകാനും അതുപോലെ ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതുപോലുള്ള പോർട്ടബിളായ അല്ലെങ്കിൽ ചെറിയ സൈസിലുള്ള നല്ല എന്താ പറയുക കോമ്പാക്ട് ഡിസൈനിലുള്ള ചെറിയ വാക്യൂം ക്ലീനേഴ്സ് ഇപ്പം ഒരുപാട് മാർക്കറ്റിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചീപ്പ് റേറ്റ് കിട്ടുന്ന നിങ്ങൾക്ക് കാറിൻ്റെ 12 വോൾട്ട് സോക്കറ്റിൽ തന്നെ കുത്തി യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയ സൈസിലുള്ള അല്ലെങ്കിൽ ഹാൻഡിയായ പോർട്ടബിളായ നല്ലൊരു വാക്യൂം ക്ലീനറിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഈ ഒരു ബോക്സിലാണ് നമ്മുടെ വാക്യൂം ക്ലീനർ വന്നിരിക്കുന്നത്. ഓക്കെ, ഗോമെക്കാനിക് കമ്പനിയുടെ ന്യൂട്രോൺ 6000 എന്ന് പറഞ്ഞ മോഡലാണ്. അതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ പുറകിലുള്ള പ്രൈസ് പറഞ്ഞാൽ 2999 ആണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. ഇവിടെ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് 120 വാട്ട്സാണ് ഇതിൻ്റെ സംഭവങ്ങൾ വരുന്നത്. ഏതായാലും അതിന് ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അടിപൊളി ഒരു സിബൊക്കെയുള്ള ഒരു ബാഗ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബാഗിലിട്ടിട്ട് നമുക്കിത് കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ ഒരു പൈപ്പ്, ഈ ഒരു ക്ലീൻ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യുന്ന ആ ഒരു പൈപ്പ് ഒന്ന് വന്നിട്ടുണ്ട്. പിന്നെ വേറെയും കുറേ ഇതിൻ്റെ ആ ഒരു ഫിൽറ്റേഴ്സ് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ സംഭവങ്ങൾ ഇതൊക്കെ പറയാം. മറ്റൊരു ബുക്ക്ലെറ്റാണ്. ഇതൊന്ന് പുറത്ത് എടുത്ത് നോക്കാം. ഇവിടെ മറ്റൊരു ഫിൽറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വാക്യൂം ക്ലീനർ വരുന്നത്. വളരെ നല്ല സ്റ്റൈലിഷായ സംഭവമാണ്. ഹാൻഡിയാണ്. വലിയ സൈസൊന്നുമില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഹാർഡ് പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. ഇപ്പോൾ ഇത് തൽക്കാലം ഇവിടെ മാറ്റി വെക്കാം, മറ്റു കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഇതിൻ്റെ കൂടെ 4 ടൈപ്പ് അറ്റാച്ച്മെൻറ്റാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ 4 ടൈപ്പ് അറ്റാച്ച്മെൻറ്റ്സാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അത് പല പല ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു സംഭവം മാറ്റി മാറ്റി ഇടാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഒരു പൈപ്പ് ടൈപ്പ് സംഭവമുണ്ട്, ബ്രഷ് ടൈപ്പ് ഉണ്ട്. ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇങ്ങനെ പല ടൈപ്പ് സംഭവങ്ങൾ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. തൽക്കാലം ഇവിടെ മാറ്റി വെക്കാം അതൊക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ വന്ന ഒരു ബുക്ക്ലെറ്റ്സാണ്. ഒരു താങ്ക് യു കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ വരുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. ഇതാണ് ഇതിൻ്റെ വാറണ്ടി കാർഡ്. മുമ്പേ പറഞ്ഞതാണ് 1 ഇയർ വാറണ്ടിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിവിടെ ഈ ഒരു QR സ്കാൻ ചെയ്തിട്ട് നമുക്ക് രജിസ്റ്ററൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ന്യൂട്രോൺ 6000 ആണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വർക്കിംഗ് വോൾട്ടേജ് വരുന്നത് 11.1 വോൾട്ട് അല്ലെങ്കിൽ 7.4 വോൾട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് വരുന്നത്. പിന്നെ കോഡ് ലെങ്ത്ത് 4.5 മീറ്ററാണ് കോഡ് ലെങ്ത്ത്. പിന്നെ അതുപോലെ പവർ വരുന്നത് 120 വാട്ടാണ് വരുന്നത്. ഓക്കെ, സക്ഷൻ പവർ 6 kP ആണ് ഇതിൻ്റെ സക്ഷൻ പവർ, അതായത് 6000 P ആണ് ഇതിൻ്റെ ആ ഒരു സക്ഷൻ പവർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മുടെ വാക്യൂം ക്ലീനർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കോഡ് വരുന്നത്. അത്യാവശ്യം വലിയ കോഡാണ് വരുന്നത്. ഇത് നമുക്ക് കാറിൻ്റെ
12 വോൾട്ട് സോക്കറ്റിൽ കുത്തിയിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, വേറെ പവർ ഓപ്ഷൻ ഒന്നുമില്ല. ഡയറക്റ്റ് ആ ഒരു 12 വോൾട്ട് സോക്കറ്റ് കുത്തുക, വണ്ടി ഓൺ ആക്കുക, എന്നിട്ട് ഇത് ജസ്റ്റ് പ്രവർത്തിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഓപ്പറേഷനാണ്. പിന്നെ ഇത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇത് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരുപാട് അറ്റാച്ച്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അത് ഏത് മോഡൽ വേണം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു മോഡലൊക്കെ നിങ്ങൾക്ക് വെച്ചിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഈ ഒരു ബ്രഷ് ടൈപ്പ് ആണെങ്കിൽ ഇതിങ്ങനെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ബട്ടൺ വരുന്നത്. ഇവിടെ ഒരു ലൈറ്റ് ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ബട്ടൺ വരുന്നത്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ ഈ ഒരു സംഭവം ഇതിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇതുപോലെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ ഈ ഒരു ഹെപ്പ ഫിൽറ്റർ ഇത് നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് ഇത് സക്ക് ചെയ്യുന്ന ആ ഒരു ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അടിഞ്ഞുകൂടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് ഊരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു ഡസ്റ്റും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യാനാണ് ഈ ഒരു ഫിൽറ്റർ വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വാഷബിൾ ആയിട്ടുള്ള ഹെപ്പ ഫിൽറ്ററാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ അതും ഇതിൻ്റെ എടുത്ത് പറയാൻ പറ്റിയൊരു ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചറാണ്. അപ്പോൾ ഇത് നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും വളരെ സിമ്പിളായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് കാറിൽ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അന്നേരം പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കാറിൽ വന്നിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് വർക്കിംഗ് എന്നൊക്കെ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു സംഭവം ഇതിൻ്റെ 12 വോൾട്ട് സോക്കറ്റിൽ നമ്മൾ കണക്ട് ചെയ്യുക. ഇപ്പം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി വണ്ടി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇവിടെ അതിൻ്റെ ലൈറ്റ് ബ്ലിങ്ക് ആകുന്നതായിട്ട് കാണാം. കുറച്ച് എൻജിൻ സൗണ്ടിനോട് അല്പം നോയ്സ് ഉണ്ടാവും, അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു സംഭവം ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഈ ഒരു നോയ്സ് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരുപാട് നോയ്സ് ഒന്നുമില്ല, വളരെ മിനിമലായിട്ടുള്ള നോയ്സാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആ ബ്രഷ് കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പല ടൈപ്പ് ബ്രഷ് ഇതിൻ്റെ കൂടെ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ആദ്യമായി ഈ ഒരു സംഭവം കണക്ട് ചെയ്ത് നോക്കാം. ഒരു ബ്രഷ് മോഡലാണ് വെച്ചിട്ടുള്ളത്. അതിപ്പം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ മാറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനാണ്. ഇതുപോലുള്ള മാറ്റ് സാധനങ്ങൾ ക്ലീൻ ചെയ്യാനാണ് ഈ ഒരു ബ്രഷ് മോഡൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ബ്രഷ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു പോയിന്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ചെറിയ സംഭവങ്ങൾ, ഇതുപോലുള്ള ചെറിയ ഗ്യാപ്പും സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കാണുമ്പോൾ മനസ്സിലാവും. ചെറിയ പൊടി പോലും വലിച്ചെടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതവിടെ ഈ ഏരിയയിൽ പൊടിയുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അപ്പം പൊടി നിൽക്കുന്നതാണ്. ഇതാണ് സംഭവം. പിന്നെ താഴെയുള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് മോഡലൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. അതുപോലെ നോയ്സ് ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാണ്. വളരെ നല്ലൊരു ഹാൻഡി ആയിട്ടുള്ള നല്ലൊരു എന്താ പറയണ്ടത്, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. കാണുമ്പം പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ നല്ലൊരു ഹാർഡ് പ്ലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. നല്ല ഡിസൈനാണ്, എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് വരുന്നത്. ഓക്കെ,
പിന്നെ നമുക്കറിയാം ഗോ മെക്കാനിക്കിൻ്റെ അത്യാവശ്യം ചീപ്പ് റേറ്റ് കിട്ടുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇപ്പം മാർക്കറ്റിൽ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എല്ലാ പ്രൊഡക്റ്റും ഇതുപോലെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ അവർ ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാങ്ങാൻ പറ്റിയ വളരെ നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് തന്നെ പറയാം. ഗോ മെക്കാനിക്കിൻ്റെ ഒരുപാട് വാക്യൂം ക്ലീനേഴ്സ് ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു മോഡലാണ്. അതുകൊണ്ടാണ് ഈ ഒരു സാധനം തന്നെ ഞാൻ വാങ്ങിയത്. അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ ഉള്ളതാണ്. പിന്നെ കേബിൾ പറഞ്ഞാൽ അത്യാവശ്യം ലോങ് ആയിട്ടുള്ള കേബിളാണ്. അപ്പോൾ നമുക്ക് മുന്നിൽ നിന്ന് കുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറകിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഡ് ലെങ്ത് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗവും വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ പിന്നെ ഈ പൈപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇതിൻ്റെ എക്സ്റ്റൻഷനാണ് ഈ ഒരു സംഭവം വരുന്നത്. ഇതിങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സംഭവം വേണമെങ്കിൽ എക്സ്റ്റെൻഡും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നോയ്സ് പറഞ്ഞാൽ നിങ്ങൾ കണ്ടതാണ്, ഒരുപാട് ഇങ്ങനെ നോയ്സ് ഒന്നുമില്ല. 40 dB ആണ് ഇതിൻ്റെ മാക്സിമം നോയ്സ് ലെവൽ വരുന്നത്. അതുപോലെ മോട്ടറിൻ്റെ പവർ പറഞ്ഞാൽ ഏകദേശം ഒരു 120 വാട്ട്, അതായത് 110 വാട്ടൊക്കെയാണ് ഇതിൻ്റെ മാക്സിമം പവർ വരുന്നത്. പിന്നെ അതുകൂടാണ്ട് സക്ഷൻ പവർ പറഞ്ഞാൽ 6000 PA ആണ് ഇതിൻ്റെ സക്ഷൻ പവർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കും വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ ഞാനും വാങ്ങിയിട്ട് കുറച്ചായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അതിന് ശേഷമാണ് ഈ ഒരു റിവ്യൂ ചെയ്തത്. അപ്പോൾ എനിക്ക് ഏതായാലും പ്രത്യേകിച്ചൊരു നെഗറ്റീവ്സ് ഒന്നും ഇതിനെപ്പറ്റി പറയാനില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതിന് പ്രശ്നം തോന്നുകയാണെങ്കിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇത് വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഞാനിത് വാങ്ങിയത് ആമസോണിൽ നിന്ന് വെറും 1357 രൂപക്കാണ്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതുവഴി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് വെച്ച് ആ നോട്ടിഫിക്കേഷൻ ഓളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ ഞാൻ എപ്പോഴും ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സമയം വരികയുള്ളൂ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.